ഇസ്രായേലും ഹമാസും തമ്മിലുള്ള കശപിശ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഹിസ്ബുള്ള അവരെ സഹായിക്കാമെന്നായിട്ട് നമുക്കറിയാം. അപ്പോൾ ഹിസ്ബുള്ളയുടെയും ഏതാണ്ട് പത്തി മടങ്ങി അവരുടെ മാതൃസംഘടനയായ മാതൃരാജ്യമായ ഇറാൻ്റെയും കത്തിക്കൽ ഏതാണ്ട് കഴിയാറായ സാഹചര്യത്തിലാണ് സിറിയയിൽ വളരെ നാടകീയമായ ചില സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, ഏതാനും വർഷങ്ങളല്ല, ഏതാനും പതിറ്റാണ്ടുകളായി സിറിയ എന്ന് പറഞ്ഞ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ബഷർ അൽ അസദ് എന്ന് പറഞ്ഞ ധീര സേനാനി അവിടെ വിമതന്മാരുടെ ശല്യം വർദ്ധിച്ചതിനെ തുടർന്ന് ജീവനും കൂട്ട് റഷ്യയിലേക്ക് കടന്നു കളഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡമാസ്കസിൻ്റെ നിയന്ത്രണം വിമതന്മാർ ഏറ്റെടുത്ത് കഴിഞ്ഞു. വിമതന്മാർ എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. മുമ്പ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പേരിലും അതിനു മുമ്പ് അൽ ഖ്വയ്ദ എന്ന പേരിലും വളരെ സമാധാനപരമായ രീതിയിൽ വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അവിടുത്തെ മതന്യൂനപക്ഷങ്ങളോടും മറ്റ് വിഭാഗങ്ങളോടും വലിയ സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടരാണ്. അവരിപ്പോൾ തൽക്കാലം വിമതന്മാർ എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. ഇവർ ഈ ബഷർ അൽ അസദിന് വേറെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടായിരുന്നെങ്കിലും പുള്ളിയുടെ ഭരണകാലത്ത് അവിടുത്തെ ക്രൈസ്തവർക്കും യസീദികൾക്കും വിവിധ ഷിയ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കും അത്യാവശ്യം ശ്വാസോച്ഛ്വാസം കഴിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യവും കൂടി ഇല്ലാണ്ടാവുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ സിറിയയിൽ മുല്ലപ്പൂ വിപ്ലവം വിജയിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങോട്ട് മുല്ലപ്പൂവിൻ്റെ ദുർഗന്ധം കൊണ്ട് ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ഈജിപ്തിലും ട്യൂണീഷ്യയിലും മറ്റുമൊക്കെ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായത് നമുക്കറിയാം. പക്ഷേ അതാത് സ്ഥലങ്ങളിലെ ആളുകൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മുല്ലപ്പൂ വിപ്ലവകാരികളെ തല്ലി ഓടിച്ചു എന്നുള്ളതാണ് ചരിത്രം. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻകാരും മറ്റ് രാജ്യങ്ങളിൽ അൽ ഖ്വയ്ദക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കലാപരിപാടിയാണ് മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ ഈജിപ്തിലും മറ്റുമൊക്കെ ചിലവാക്കാൻ നോക്കി. പക്ഷേ അവിടെയൊക്കെ ആളുകൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നുണ്ട് ഈ കച്ചവടം അധികം ദിവസം നീണ്ടുന്നില്ല. അതിൻ്റെ നേതാക്കന്മാരെ പിടിച്ച് അകത്താക്കി വിപ്ലവകാരികളെ തല്ലി മുട്ടുകൽ ഒടിക്കുകയും ചെയ്തു. അങ്ങനെ തൽക്കാലത്തേക്ക് ആ മുല്ലപ്പൂ അവിടെ കെട്ടടക്കി. ഇപ്പോൾ അവിടെ ചിലവാകാതെ പോയ മുല്ലപ്പൂവാണ് സിറിയയിൽ കൊണ്ടുവന്ന് ചിലവാക്കാൻ നോക്കുന്നത്, അഥവാ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസദ് നാടൻ വിട്ടുപോയി. അതോടുകൂടി അവിടെ സ്വേച്ഛാധിപത്യം അവസാനിച്ചു എന്നാണ് പറയുന്നത്. സ്വേച്ഛാധിപത്യം അവസാനിച്ചിട്ട് വരാൻ പോകുന്നത് താലിബാനിസമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ ഇസമാണ്. അപ്പോൾ ഇനി അവിടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. ഇതുകൊണ്ടുള്ള ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് താലിബാൻ ചിന്താഗതിക്കാരാണ്. ഒരു ചെറിയ അളവ് വരെ അമേരിക്കയ്ക്കും അതിനേക്കാൾ കുറഞ്ഞ അളവിൽ ഇസ്രായേലിനും അതിൻ്റെ ഗുണം വേണമെങ്കിൽ അനുഭവം അവർക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം. അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ അവിടെയുള്ള കുർദുകൾ അവരുടെ കാര്യം ഏതാണ്ട് കട്ടപ്പോകയാവും. ഈ കുർദുകൾ എന്ന് പറയുന്നത് തുർക്കിക്കും സിറിയയ്ക്കുമെതിരെ അല്ലെങ്കിൽ ഇറാഖിനുമെതിരെ ഒരു കുർദിസ്ഥാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യമില്ല. എല്ലാ രാജ്യത്തും അഭയാർത്ഥികളാണ്, അല്ലെങ്കിൽ ഒരിടത്തും വേണ്ടാതെ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കാര്യം ഇപ്പോൾ സിറിയ വിമതന്മാരുടെ കയ്യിൽ പെട്ടുകൂടി അവരുടെ കാര്യം ഏതാണ്ട് കത്തിക്കൽ കഴിയും. നേരത്തെ പറഞ്ഞ ഷിയ ഗ്രൂപ്പുകളുടെ പോലെ അല്ലെങ്കിൽ യസീദികളുടെ പോലെ അവരുടെ അവസ്ഥയിലേക്ക് ഈ കുർദുകൾ പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തുർക്കിക്ക് ചെറിയൊരു സമാധാനമുണ്ട്. ഇറാനാണ് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നത്. അത് ഇറാൻ്റെ ഒരു പിന്തുണയിലാണ് അസദ് നിലനിർന്നത്. അസദ് ഷിയയാണ്, ആ രാജ്യത്ത് അധികം സുന്നികളാണ്. അങ്ങനെ സുന്നികൾക്ക് ഷിയയുടെ മേലുണ്ടായ ഒരു വിജയം എന്നുകൂടി പറയാം. ഇതോടെ ഹിസ്ബുള്ളയുടെ കാര്യം വളരെ കഷ്ടത്തിലായി. അവർക്ക് ഇനി യാതൊരു പിന്തുണയും ഇവരിൽ നിന്ന് കിട്ടുകയില്ല. അപ്പോൾ ഈ ഹിസ്ബുള്ളയ്ക്കും അതുപോലെ ഇറാനും ദോഷകരമാണ്. റഷ്യയ്ക്ക് തീർച്ചയായിട്ടും ദോഷകരമാണ്. കാരണം ഏത് കാലത്തും സോവിയറ്റ് യൂണിയൻ്റെ ഒരു സാറ്റലൈറ്റ് ആയിരുന്നു സിറിയ. ഈജിപ്റ്റ് പിന്നീട് അമേരിക്കയുടെ കൂടെ കൂടി ആ വഴിക്ക് പോയെങ്കിലും സിറിയ സോവിയറ്റ് യൂണിയൻ്റെ കൂടെ തന്നെ നിന്നു. പിന്നീട് സോവിയറ്റ് യൂണിയൻ പോയി കഴിഞ്ഞപ്പോൾ റഷ്യയുടെ ഒരു സാറ്റലൈറ്റായിട്ട് മാറി. റഷ്യയാണ് അസദിനും സിറിയയ്ക്കും ആയുധ സഹായം ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് സോവിയറ്റ് യൂണിയൻ പോവുകയാണ്, അല്ലെങ്കിൽ റഷ്യ പോവുകയാണ്. അസദ് ജീവൻ കൊണ്ട് ഓടിയിട്ടുള്ളത് മോസ്കോയിലേക്കാണ്. പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ വിമാനം തകർന്നു, ഇദ്ദേഹം മരിച്ചു എന്നൊക്കെ ആദ്യം ഒരു അഭ്യൂഹം ഉണ്ടായി. പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടില്ല. പുള്ളി മോസ്കോയിൽ സമാധാനത്തോടെ ജീവിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. മോസ്കോയിലെ തണുപ്പ് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. എന്തോ ആട്ടെ, അസദ് ജീവനോടെ ഉണ്ട് എന്ന് നമുക്ക് സമാധാനിക്കാം. സിറിയയിൽ ഇതുവരെ ഉണ്ടായേക്കാൾ മോശപ്പെട്ട കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല എന്നും നമുക്ക് അനുമാനിക്കാം. അത് അവിടെ നടക്കുമ്പോൾ ഇവിടെയുള്ള ചില ആളുകളുടെ ഒരു സന്തോഷം അത് ഭയങ്കരമാണ്. നേരത്തെ കാബൂളിൽ താലിബാൻ പിടിമുറുക്കിയപ്പോഴും പിന്നീട് ഡാക്കയിൽ ജമാഅത്തെ ഇസ്ലാമി പിടിമുറുക്കിയപ്പോൾ വളരെയധികം സന്തോഷിച്ച ഒരു വിഭാഗക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക്
ഈ സിറിയയിൽ വിമതന്മാർ ശക്തി പ്രാപിച്ചു കൂടി. വലിയ സന്തോഷമുണ്ട്. അവർക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട്. ഇവർ പ്രതീക്ഷിക്കുന്നത് പടിഞ്ഞാറുനിന്ന് പാകിസ്ഥാനും വടക്ക് പടിഞ്ഞാറ് നിന്ന് അഫ്ഗാനിസ്ഥാനും താലിബാൻ്റെ നേതൃത്വത്തിൽ, പിന്നെ ചൈനയും അതുപോലെ ബംഗ്ലാദേശും പിന്നെ ഭൂട്ടാനും പിന്നെ നേപ്പാളും കൂടി ഇന്ത്യ ആക്രമിക്കും. അതുകൂടി ഇന്ത്യ രാജ്യം തകരും. ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും. അതുകൂടി തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യയിൽ നിന്ന് വേർപെടും എന്നൊക്കെയാണ്. അതോടെ പിന്നെ ഇവർ സ്വപ്നം കാണുന്ന ഒരു സങ്കല്പ സാമ്രാജ്യം ഇവിടെ നിലവിൽ വരും എന്നൊക്കെ വിചാരിച്ച് ഇവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സിറിയയിലുണ്ടായ വമ്പിച്ച വിജയത്തിൽ സന്തോഷിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിച്ചു എന്ന് കരുതി ആഹ്ലാദിക്കുന്നവരുണ്ട്. അതല്ല, താലിബാനിസം സിറിയയിലും അതുപോലെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും മുമ്പ് കിട്ടും. ഇപ്പോൾ ബംഗ്ലാദേശിലും ഇനി അടുത്തതായിട്ട് ഭൂട്ടാനിലും അത് കഴിഞ്ഞ് നേപ്പാളിലും കൂടി ശക്തിപ്പെടും. പിന്നെ സിലോണിലും വരും. അങ്ങനെ ഈ എല്ലാ രാജ്യങ്ങളും കൂടി ഇന്ത്യ ആക്രമിക്കും. അതുകൊണ്ട് ഇന്ത്യ രാജ്യം തകരും. ഇന്ത്യ തകർന്നാൽ പിന്നെ നമുക്ക് സുഖമായി സന്തോഷമായി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും മംഗളാശംസകൾ നേരുന്നു. കാരണം എന്ന് വെച്ചാൽ മംഗളാശംസയല്ല, മാധ്യമാശംസകൾ നേരുന്നു. ഈ രാജ്യത്ത് സ്വപ്നം കാണുന്നതിന് പ്രത്യേകിച്ച് ടാക്സ് ഒന്നുമില്ല. അത് നിർമ്മല സീതാരാമനായിട്ടും കെ എൻ ബാലഗോപാലായിട്ടും അത്ര ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്വപ്നം കാണുന്നവരോട് എനിക്ക് പറയാനുള്ള, സ്വപ്നം കാണുക. ഇനിയും ധാരാളം സ്വപ്നങ്ങൾ കാണുക. ഈ സ്വപ്നങ്ങളില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ബോറായി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും കൂടുതൽ സ്വപ്നം കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും മാധ്യമ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.